അപ്പോൾ അടുത്ത ചോദ്യം, ഇത് എടുത്തു കളയുമ്പോൾ ഉള്ള റിസ്കുകൾ ഉണ്ടോ, അതിന് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും? തലച്ചോറിലെ ഒരു മുഴയുടെ ചികിത്സ വിജയം നിശ്ചയിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രഥമ സ്റ്റേജിൽ, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ അതിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം സൈസ് ഓഫ് ട്യൂമർ ചെറുതാകും തോറും അതിനെ എടുത്തു കളയാനുള്ള റിസ്ക് കുറവാണ്. പിന്നെ അതിന്റെ ലൊക്കേഷൻ, ബ്രെയിനിലെ ചില ഏരിയാസിൽ, അതായത് ബ്രെയിൻ സ്റ്റം പോലത്തെ ഏരിയാസിലൊക്കെ ഒരു മുഴ വന്നു കഴിഞ്ഞാൽ അത് എടുത്തു കളയാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം സൈസ്, സൈറ്റ്, പിന്നെ ടൈപ്പ് ഓഫ് ട്യൂമർ, പലതരം ട്യൂമേഴ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ചില ട്യൂമേഴ്സ് എടുത്തു കളഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറും. ചില ട്യൂമറുകൾ എടുത്തു കളഞ്ഞാലും അത് വീണ്ടും വളരാനുള്ള സാധ്യത ഉണ്ട്. നാലാമത്തത് പേഷ്യന്റ് ആരോഗ്യസ്ഥിതി. ഇപ്പൊ ചെറുപ്പക്കാരുടെ ഒരു ട്യൂമർ വരുന്നതും പല പ്രായമായിട്ട് ആരോഗ്യം അത് ഇല്ലാത്ത ഒരാൾക്ക് ട്യൂമർ വരുന്നതും വ്യത്യാസമുണ്ട്. ചെറുപ്പക്കാർക്ക് ചികിത്സ ചെയ്താൽ അവർ ഇംപ്രൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രായമുള്ളവർ, ആരോഗ്യമില്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ട്യൂമർ നീക്കം ചെയ്യുമ്പം അവർക്ക് റിസ്ക് കൂടുതലാണ്. അപ്പം സൈസ് ഓഫ് ട്യൂമർ, സൈറ്റ് ഓഫ് ട്യൂമർ, ടൈപ്പ് ഓഫ് ട്യൂമർ, പേഷ്യന്റ് കണ്ടീഷൻ, ഈ നാലും ആശ്രയിച്ചാണ് നമ്മൾ സർജറിയുടെ റിസ്ക് നിശ്ചയിക്കുന്നത്. പിന്നെ നമ്മുടെ സർജിക്കൽ ടെക്നിക്സ് അടുത്ത കാലത്തായിട്ട് ഒരുപാട് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല ടോപ്പ് എൻഡ് മൈക്രോസ്കോപ്സ്, ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം, കാവിട്രോണിക് അൾട്രാസോണിക് സർജിക്കൽ ആസ്പിറേറ്റർ, മോഡേൺ ഇൻസ്ട്രുമെന്റ്സ്, ന്യൂറോ മോണിറ്ററിംഗ്, അങ്ങനെ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് കാരണം നമ്മുടെ സർജറിക്കുള്ള റിസ്ക് വളരെയധികം കൂടി സക്സസ് റേറ്റ് മോർ ദാൻ 90%, അതായത് 90% കൂടുതലും സർജറീസ് സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് ഇതിന്റെ സർജറിയുടെ കാര്യം. പല മുഴകളും പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്യൂറബിൾ ആകും. ഇത്തരം ട്യൂമറുകൾ ചോദിക്കുകയാണെങ്കിൽ മെനിഞ്ചിയോമ, പിറ്റ്യൂട്ടറി അഡിനോമ, കാവർണോമ, ഹിമാൻജിയോമ, ഷ്വാനോമ, ലിംഫോമ, ലോഗ്രേ ഗ്ലൈമോസ്, ഇതെല്ലാം ഈ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതായത് ഏർലി സ്റ്റേജ് കണ്ടുപിടിച്ചാൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്താൽ അത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അപ്പോൾ ഓർക്കുക, എല്ലാ സജ്ജീകരണമുള്ള ഒരു ഹോസ്പിറ്റലിൽ വേണം നമ്മൾ ചികിത്സ തേടാൻ.